അങ്ങനെ 2-3 പ്രാവശ്യം ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന വിഷയം ഇന്ത്യയിൽ ഉയർന്നു വന്നു. ഒരു പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം കഴിഞ്ഞു, വീണ്ടും വരുന്നു. ഇത്തവണ വ്യാപകമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു, അഴിമതി ഉണ്ടായി എന്ന് കണ്ടെത്തുകയും പരീക്ഷ മൊത്തം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ആരെങ്കിലും ഒരു ഉത്തരവാദി വേണമല്ലോ. ഈ പരീക്ഷ നടത്തുന്നതിൻ്റെ നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തു ഇയാൾ രാജിവെക്കണം എന്ന്. ഇന്ത്യയിൽ ഒറ്റ രാഷ്ട്രീയ പാർട്ടി പോലും അത് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത് വെറുതെ അശ്രദ്ധമായിട്ട് കണ്ട് നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ടായി. അപ്പോഴാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശബ്ദം വരുന്നത്. അത് ജനകീയ ശബ്ദമായി മാറി. അതുകൊണ്ടാണ് പെട്ടെന്ന് അതിന് വലിയ തരത്തിലുള്ള അംഗീകാരം ആളുകളുടെ ഇടയിൽ കിട്ടുകയും, അതായത് BJP-യെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സറ്റാറിക്കൽ രീതിയിലുള്ള ഒരു ഇതാണ് അവർ. ആ സറ്റയറാണ്, പൊളിറ്റിക്കൽ സറ്റയറാണ് ശരിക്കും. പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയെ കളിയാക്കുക, പരിഹസിക്കുക, എന്നിട്ട് കറക്റ്റ് ചെയ്യുക. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയാണത്. ആ കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നു, അവർ പരിഹസിക്കുന്നു. ഇത് ആർക്കും എതിർക്കാനൊന്നുമില്ല. എൻ്റെ പിന്നെ എന്തിനാണ് എതിർക്കുന്നത്? പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി പാകിസ്ഥാനാണ് ബാക്ക് ചെയ്യുന്നതാണ്. ഇവർ ഉന്നയിച്ച വിഷയമാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ രാജ്യസ്നേഹികൾ, ഞങ്ങൾ വലിയ രാഷ്ട്രസ്നേഹികളാണെന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഇവർ ഉന്നയിച്ച കാര്യങ്ങളെ പരിഗണിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഇവർ ചൂണ്ടിക്കാണിച്ചത്. അതെ, അത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമീപനം എടുക്കുന്നതിന് പകരം അവനെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചാപ്പയടിക്കുക. പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും ഉടനെ തന്നെ എന്ത് ചെയ്യും, അവനെ കൊല്ലട എന്ന് പറയില്ലേ. അതാണുള്ള പരിപാടി. അത് പക്ഷേ ഇതിനകത്ത് അത്ര വിജയിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, അവർ ഒരിക്കലും ആൻറ്റി നാഷണൽ അല്ല. അവർ ദേശവിരുദ്ധ ശക്തിയാണെന്ന് ചിത്രീകരിക്കുന്ന അതിൽ കഥയില്ല.